الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും തഖ്വ ഉള്ളവരായിരിക്കണമെന്നും ഞാൻ എന്നോടും നിങ്ങളോടും ഒരുപോലെ വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തെ ഏറ്റവും ഗുണപരമായി സ്വാധീനിച്ച വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് ആധുനിക സമൂഹം വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സ്വാധീനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഈ സ്വാധീനത്തിന്റെ മൗലികമായ കാരണങ്ങൾ എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ രണ്ടു പ്രത്യേകതകളാണ്. അതിലൊന്നാമത്തെ പ്രത്യേകത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏക ദൈവ വിശ്വാസം. ഈ വിഷയത്തിൽ പ്രവാചകന്മാരാരും തന്നെ, വിശേഷിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. ആളുകൾ പലതരത്തിലുള്ള സംശയവും ഉന്നയിച്ചിരുന്നു. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ദൈവങ്ങളെയും കൂടി മുഹമ്മദ് ഒരൊറ്റ ദൈവമാക്കി കളഞ്ഞോ എന്ന് ചോദിച്ചിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വന്നിട്ട് അവരാരാഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ചെറിയ നീക്കുപോക്ക് ആയിക്കൂടെ എന്ന്.
തിരുമേനി അവരോട് മറുപടി പറഞ്ഞത് സാധ്യമല്ല ഖുറൈശികളെ, സാധ്യമല്ല എന്നായിരുന്നു. ചില ആളുകൾ വന്ന് പറഞ്ഞു, കുറെയൊക്കെ ഞങ്ങൾ നിന്റെ അല്ലാഹുവിനെ ആരാധിക്കാം, കുറച്ചൊക്കെ നീ ഞങ്ങളുടെ ദൈവങ്ങളെയും ആരാധിക്കും. അങ്ങനെ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നിന്റെ അല്ലാഹുവിനെ ഞങ്ങളും ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ഒട്ടൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അവരോട് പറഞ്ഞത്, എന്റെ വലതു കൈയിൽ സൂര്യനും ഇടതു കൈയിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധ്യമല്ല, ഇതിൽ അണുവളവ് വിട്ടുവീഴ്ചയില്ല എന്നാണ്. കാരണം ഇത് സത്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ഹക്കിന്റെ പ്രശ്നമാണ്. അതോടൊപ്പം ഈ പ്രശ്നത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് സമമാണ്. അതായത് അല്ലാഹുവിന്റെ ഏകത്വം നമ്മൾ ഊന്നി പറയുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വവും കൂടി സ്ഥാപിതമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സാധാരണ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച ഒരു ആരോപണം, ഇസ്ലാമിക സമൂഹത്തിന്റെ മനസ്സ് വളരെ കുടുസ, അവർക്ക് ഒരൊറ്റ പടച്ചവനെ മാത്രമേ അവരുടെ മനസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ മനസ്സ് വളരെ വിശാലമാണ്, എത്ര ദൈവങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലത ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ സ്ഥലസൗകര്യത്തിന്റെ പ്രശ്നമല്ല, സത്യത്തിന്റെ പ്രശ്നമാണ്. ഏകദൈവ വിശ്വാസികളാണോ കൂടുതൽ വിശാലരായി തീരുക, അതല്ല ബഹുദൈവ വിശ്വാസികളാണോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിക സംസ്കാരം നൽകുന്ന മറുപടി, ഇസ്ലാമിന്റെ ചരിത്രം നൽകുന്ന മറുപടി, ഏകദൈവ വിശ്വാസികൾക്കാണ് കൂടുതൽ വിശാലരാകാൻ കഴിയുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചമഖിലം ഏകനായ കർത്താവിന്റെ സൃഷ്ടികളാണ് അല്ലെങ്കിൽ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാൻ കഴിയുക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ് എന്നുള്ള നിലയ്ക്ക് സമന്മാരാണ്. അവരെ മുഴുവൻ സ്നേഹിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരം ഏകദൈവ വിശ്വാസം നമുക്ക് പ്രദാനം ചെയ്യും. മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, എല്ലാ ദിവ്യകളെ കുറിച്ചും അല്ലാഹുവിന്റെ സൃഷ്ടികൾ എന്നുള്ള സ്നേഹം നമ്മിൽ വളർത്തുവരും. ദിവ്യകളെ കുറിച്ച് മാത്രമല്ല, വൃക്ഷലതാദികളെ കുറിച്ചും സസ്യലതാദികളെ കുറിച്ചുമുള്ള വിചാരവും നമുക്ക് വളർന്നു വരുന്നു. അവയെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാനുള്ള വിശാലത നമുക്ക് വരും. അപ്പോൾ ഒരു ഏകദൈവ വിശ്വാസിയുടെ മനസ്സ് വിശ്വത്തോളം വിശാലമായിരിക്കും, വിശാലമാകേണ്ടതുണ്ട് എന്നാണ്. നമ്മുടെ മനസ്സ് കുടുസാവുകയല്ല ചെയ്യേണ്ടത്, വിശാലമാവുകയാണ് ചെയ്യേണ്ടത്. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ, ലോക സമൂഹങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുവാനുള്ള ഒരു ശേഷി നമ്മുടെ ഹൃദയം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അത് ഏകദൈവ വിശ്വാസത്തിന്റെ നേട്ടം. അപ്പോൾ വിശ്വമാനവതരെ ഉയർത്തിപ്പിടിക്കുന്ന ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ സമ്പത്ത് എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കടന്നു ചെല്ലാൻ, എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരാൻ, എല്ലാ ജനതകളുമായി സംവദിക്കാൻ, അവരെ സഹോദരന്മാരായി ഗണിക്കാൻ, അവരെ അഖിലം ഗുണപരമായി സ്വാധീനിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും കഴിഞ്ഞത് ഈ വിശ്വമാനവികത ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന, ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് കാരണമായ രണ്ടാമത്തെ മൂല്യം വിജ്ഞാനത്തോട് ഉള്ള ഇസ്ലാമിന്റെ പെരുമാറ്റമാണ് എന്ന് നാം മനസ്സിലാക്കണം. അറിവിനോട്, അറിവ് നേടുന്നതിനോടുള്ള നമ്മുടെ പെരുമാറ്റമാണ്. കാരണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് തന്നെ, അവതരിച്ചു തുടങ്ങുന്നത് തന്നെ
ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ലഭ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് പേനയെ കുറിച്ചും പേന കൊണ്ട് എഴുതുന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടരുന്നത്. അപ്പോൾ ആദ്യം വായനയെ കുറിച്ചും പിന്നെ പേനയെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയ വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിന് എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. വെറും അന്ധമായ ജ്ഞാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറിച്ച് കണ്ണും ചെവിയും തുറന്നു വെച്ച് ലോകത്തെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട്, ഹൃദയം തുറന്നു വെച്ച് ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട്, മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന വിജ്ഞാനത്തെയാണ് ഇസ്ലാം മഹത്തരമായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ അവസാനിക്കുന്നത് ഇങ്ങനെയായി തീർന്നത്. പലതും അഫലാ തഅലമൂൻ അഫലാ തശ്കുറൂൻ അഫലാ തതഫക്കറൂൻ അഫലാ തതദബ്ബറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് മൂളയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് വിവരമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ തന്നെ മസ്തിഷ്കത്തെ പിടിച്ച് ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഗ്രാമീണനായ അറബി തല കുനിച്ചുകൊണ്ട് ഒട്ടകപ്പുറത്തിരുന്ന് ഒട്ടകത്തേക്ക് കടിഞ്ഞാൻ പിടിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാതി മയക്കത്തിൽ. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ അവന്റെ തലമണ്ട കടിക്കുന്നത്. وإلى السماء كيف رفعت وإلى الجبال كيف سطحت وإلى الأرض كيف وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. നോക്കുന്നില്ലേ എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടതെന്ന്? നോക്കൂ. ഏതൊട്ടകത്തിന്റെ മുകളിലാണോ നീ ഇരിക്കുന്നത്? ആ ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഒന്നും തലവിരുത്തി നോക്കണം. എങ്ങനെയാണ് ഈ ആകാശം ഉണ്ടായത്? ഒന്ന് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്ക്. എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടപ്പെട്ടതുപോലെ കാണപ്പെടുന്നത്? പോരാ, ഒന്ന് ഭൂമിയിലേക്ക് നോക്ക്. എങ്ങനെയാണ് പരന്നതായത് അനുഭവപ്പെടുന്നത്? അങ്ങനെ നോക്കൂ, പഠിക്കൂ, ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് പ്രചോദനം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രചോദനമാണ് ഒരു നൂറ്റാണ്ട് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക സമൂഹമായി, ബുദ്ധിയുള്ള സമൂഹമായി, വിവരമുള്ള സമൂഹമായി, ചിന്തിക്കുന്ന സമൂഹമായി ഇസ്ലാമിക ലോകം മാറുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോ ഏകദൈവ വിശ്വാസത്തിന്റെ താല്പര്യമനുസരിച്ച് എല്ലാ ജനതകളെയും സ്വീകരിക്കുവാനും എല്ലാ ജനതകളിലേക്കും കടന്നു ചെല്ലുവാനും കഴിഞ്ഞു. വിജ്ഞാനത്തിന് നൽകിയ പ്രേരണയനുസരിച്ച് ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളുടെയും തങ്ങളുടേതാക്കി മാറ്റാൻ, തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് അതിനെ വർദ്ധിപ്പിച്ച് ബുദ്ധിപരമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിച്ച് ലോകത്തിന് നേതൃത്വം നൽകാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഏതാനും നൂറ്റാണ്ടുകളായി ഇസ്ലാമിക സമൂഹം ആ ഒരു ചിന്താശേഷിയും വൈജ്ഞാനിക ഭദ്രതയും നിലനിർത്തുന്നില്ല എന്ന് നമുക്കറിയാം. 16-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തോടുകൂടി വിജ്ഞാനത്തിന്റെ കുത്തകാവകാശം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടുകൂടി
ഇസ്ലാമിക സമൂഹത്തിൽ വിജ്ഞാനത്തിൻ്റെതായ ഒരു മന്ദീഭാവമുണ്ടായി. അതിൽ നിന്ന് പൂർണ്ണമായും കരകയറാൻ ഇന്നും ഇസ്ലാമിക സമൂഹത്തിന് ആയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഇസ്ലാമിക സമൂഹങ്ങളിലും വൈജ്ഞാനികവും ചിന്താപരവുമായ ഉണർവ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുകയല്ല, മറിച്ച് ആ ഉണർവ് വിജ്ഞാനത്തിന്റെ കുത്തകാവകാശം പിടിച്ചെടുക്കുന്നതിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് വിലയിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വിജ്ഞാനത്തിന്റെ അവകാശവും വിജ്ഞാനത്തിന്റെ പുഷ്കലാവസ്ഥയും ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് ലോകത്തിന്റെ തന്നെ നഷ്ടമാണ് എന്ന് നാം മനസ്സിലാക്കി. മൗലാന അബുൽ ഹസൻ അലി നദ്വി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് മാദാ ഹസറൽ ആലം ബിൻഹിഫാസിൽ മുസ്ലിമീൻ എന്നാണ്. മുസ്ലിമീങ്ങളുടെ തകർച്ച കൊണ്ട് ലോകത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്നാണ്. മുസ്ലിങ്ങളുടെ പതനം കൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നഷ്ടമുണ്ടായിട്ടുള്ളത്, ലോകത്തിനാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ലോകത്തിന് ആ നഷ്ടമുണ്ടായിട്ടുള്ളത്? ലോകത്തിന് ആ നഷ്ടമുണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിക സമൂഹത്തിൽ വിജ്ഞാനം വളർന്നു വന്നപ്പോൾ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനമായിരുന്നു. അതിന് മൂല്യത്തിന്റെ ഒരടിത്തറയുണ്ടായിരുന്നു. ധാർമ്മികമായ മൂല്യങ്ങളുടെ ഒരടിത്തറ. ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിത്തറയിലാണ് ഇസ്ലാമിൽ വിജ്ഞാനീയത്തിന്റെ വളർച്ച. എന്നാൽ നവോത്ഥാന ശേഷം പാശ്ചാത്യ സമൂഹത്തിൽ വിജ്ഞാനത്തിന്റെ വളർച്ച ധാർമ്മിക മൂല്യങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള, മതമൂല്യങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള വളർച്ചയായി. മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത വിജ്ഞാനം ആത്യന്തികമായി മനുഷ്യന് ദോഷമേ നൽകൂ. എന്നാൽ മതധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിജ്ഞാനം മനുഷ്യന് ഗുണം മാത്രമേ നൽകൂ. അപ്പോൾ ഗുണം നൽകാത്ത വിജ്ഞാനമാണ് പാശ്ചാത്യ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് വൈജ്ഞാനികമായ പതനം സംഭവിച്ചിട്ടുള്ളത്. മനുഷ്യകുലത്തിന്റെ തന്നെ പതനത്തിന് കാരണമായി തീർന്നു എന്ന് മൗലാന അബുൽ ഹസൻ അലിയെ പോലെയുള്ള ഒരു പണ്ഡിതൻ വിലയിരുത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മലബാർ മേഖല ഇതിന് നല്ല ഉദാഹരണമാണ്. 15ാം നൂറ്റാണ്ട് മുതൽ മലബാർ മേഖലയ്ക്ക് സ്വാതന്ത്ര്യം വരെ ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. പോർച്ചുഗീസുകാർ വന്നപ്പോൾ നമുക്ക് അവരോട് പോരാടേണ്ടതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ സമരസംഘടനകൾ നടന്നപ്പോൾ നമ്മൾ അതിന്റെയും ഇരകളും അതിന്റെ അതിൽ ഭാഗവാക്കുകളുമായി തീർന്നിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പഴശ്ശിയുടെ കോലാഹലങ്ങൾ നടന്നപ്പോഴും സമര പോരാട്ടങ്ങൾ നടന്നപ്പോഴും നമുക്ക് സ്വസ്ഥത ലഭിച്ചില്ല. അവിടെ നിന്നോട്ട് ബ്രിട്ടീഷുകാരോടുള്ള സമരത്തിന് നമ്മൾ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം, അവർ കൊണ്ടുവന്ന ഭാഷയോടും അവർ കൊണ്ടുവന്ന വൈജ്ഞാനിക പൈതൃകത്തോടും വിജ്ഞാന രീതിയോടുമുള്ള നമ്മുടെ പ്രതിഷേധമായി പുലർന്നു. ഇത്തരം കാരണത്താൽ വിദ്യാഭ്യാസപരമായി മലബാർ മേഖല പ്രത്യേകമായി പിന്നാക്കം നിൽക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ മിഷണറിമാരുടെ വരവും അവരുടെ പ്രവർത്തനങ്ങളും ഉണ്ടായി. ആ പ്രവർത്തന ഫലമായി വലിയ വിജ്ഞാന നവോത്ഥാനം തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ടായി. ആ നവോത്ഥാനം അവിടെ നിന്നില്ല. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവിടെ നിന്ന് വിജ്ഞാനം കയറ്റി അയക്കുകയുണ്ടായി. ആതുര ശുശ്രൂഷയിലൂടെയും
വിദ്യാഭ്യാസ രീതിയിലൂടെയും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത് കൊച്ചി തിരുവിതാംകൂർ മേഖലയിലെ ക്രൈസ്തവരാണ് എന്ന് ഉത്തരേന്ത്യയിൽ വിശേഷിച്ച് നോർത്ത് ഈസ്റ്റ് ബെൽറ്റിൽ സന്ദർശനം നടത്തുന്ന ഏതാൾക്കും ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ മലബാർ മേഖലയും തിരുവച്ചു മേഖലയും തമ്മിൽ ഉള്ള ഒരു അസന്തുലിതാവസ്ഥ ലോകത്തുള്ള മൊത്തം ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ചതുപോലെ തന്നെ സംഭവിച്ചുപോയി. 1956 ഐക്യ കേരളം എന്ന പേരിൽ കേരള സംസ്ഥാനം രൂപപ്പെട്ടു. തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളും മദ്രാസിന്റെ ഭാഗമായിരുന്ന മലബാറും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയത്. ഐക്യ കേരളം എന്നുള്ളത് നമ്മുടെ സ്വപ്നമായിരുന്നു. സാധാരണ സ്വപ്നങ്ങൾക്കാണ് നാം പേരിടാറുള്ളത്. എന്നാൽ 1956 ശേഷം കഠിനമായ പരിശ്രമങ്ങളിലൂടെ മലബാറിലെ വിദ്യാഭ്യാസ രംഗത്തെ വളർത്തിയെടുത്ത് പൊതുവിധാനത്തിൽ എത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് അതിന് സാധ്യമായില്ല എന്നുള്ളത് നമ്മുടെ കൂടി ഒരു പോരായ്മ തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ മലബാറിലെ ജനത ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കഠിനമായ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ട് തീവ്രമായ ശ്രമങ്ങളിലൂടെ വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുകയും കേരളത്തിന്റെ പൊതുവിധാനത്തിലെങ്കിലും എത്തുവാനുള്ള പരിശ്രമം നാം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഈ വിവരിൽ നിന്നുകൊണ്ട് എല്ലാ വിഭാഗം സഹോദരങ്ങളെയും ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അടുത്തയാഴ്ചയാകുമ്പോഴേക്കും സ്കൂളുകളെല്ലാം തുറന്നു കഴിയും. 10ാം ക്ലാസിന്റെയും 12ാം ക്ലാസിന്റെയും പരീക്ഷാഫലം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. CBSEയുടെ 10ാം ക്ലാസ് ഫലം ഇന്ന് പുറത്തു വന്നതോടുകൂടി ഏതാണ്ട് എല്ലാ പരീക്ഷാഫലങ്ങളും സ്കൂൾ തലത്തിലുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളും വിവിധ തരത്തിലുള്ള അഡ്മിഷന് വേണ്ടി, കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പഠന സാമഗ്രികൾ കൊടുക്കുന്നതിന് വേണ്ടിയും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പരക്കം പായുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ കാര്യം ശരിയാം വണ്ണം ഓർമ്മയിൽ ഉണ്ടാകണം. അതായത് ചരിത്രപരമായ കാരണങ്ങളായി 5-8 നൂറ്റാണ്ടുകളായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് നാം. പിന്നാക്കം നിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് നാം. അതിനെ അതിജയിക്കണമെങ്കിൽ, പൊതുവിധാനത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ സവിശേഷമായ ശ്രദ്ധ നമ്മുടെ ഓരോ കുട്ടിയിലും പതിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, കുട്ടികളുടെ ജ്യേഷ്ഠന്മാരെന്നുള്ള നിലയിൽ, ജ്യേഷ്ഠത്തിമാരെന്നുള്ള നിലയിൽ, സമൂഹത്തിലെ മുതിർന്നവർ എന്നുള്ള നിലയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും, ഞാനും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷകരായി മാറണം. രക്ഷിതാവ് കുട്ടിയുടെ സംരക്ഷകനായിരിക്കണം. സംരക്ഷകൻ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന് ഏൽക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണം. അവളുടെ മനസ്സിന് ഏൽക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് അവനെ അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കണം. അവരുടെ ബുദ്ധിക്കും വ്യക്തിത്വത്തിനും ഏൽക്കാവുന്ന ആഘാതങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണം. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും വ്യക്തിത്വത്തിനും വികാരത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട്, തണൽ നൽകിക്കൊണ്ട് ഏതു പ്രായത്തിലുള്ള കുട്ടിയെയും വളർത്തിയെടുക്കാനുള്ള ബാധ്യത സമൂഹത്തിലെ മുതിർന്നവർ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത്. അതോടൊപ്പം രക്ഷിതാവ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഒരു സുഹൃത്ത് ആയിരിക്കണം എന്നുള്ളതാണ്. കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് സുഹൃത്തുക്കളോട് മാത്രമാണ്. സൗഹൃദം
ഒരിക്കലും അകന്നു നിൽക്കുന്ന ഒരു രക്ഷിതാവിനോട് കുട്ടികൾ സംസാരിക്കില്ല. അകന്നു നിൽക്കുന്ന ഒരു ടീച്ചറോട് കുട്ടികൾ സംസാരിക്കില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളോടാണ്, സൗഹൃദം അനുഭവിക്കാൻ കഴിയുന്നവരോടാണ്. അതുകൊണ്ട് മുതിർന്ന ആളുകൾ തന്നെ നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളായി മാറണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെല്ലാം തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. വിമാനം തകർന്നു കഴിഞ്ഞാൽ അതിനുള്ള കാരണത്തെ സംബന്ധിച്ച്, അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് വിവരം നൽകുവാൻ സഹായകമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സാധനമാണ് വിമാനത്തിനകത്തെ ബ്ലാക്ക് ബോക്സ്. എന്നതുപോലെ നമ്മുടെ കുട്ടിയുടെ മാനസികമായ അസന്തുലിതാവസ്ഥയുടെയും ശാരീരികമായ അസന്തുലിതാവസ്ഥയുടെയും എല്ലാം ബ്ലാക്ക് ബോക്സ് കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ ബ്ലാക്ക് ബോക്സ് അവന്റെ മനസ്സാണ്. ആ മനസ്സ് തുറന്നുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തിന്റെ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവന് തുറക്കാനുള്ള അവസരമുണ്ടാകണം. ആ അവസരം അവനുണ്ടാകുന്നത് അവനോട് സൗഹൃദം പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ്. അവന്റെ സംരക്ഷകനായി മാത്രമായി ഇരുന്നാൽ പോരാ, മറിച്ച് അവന്റെ ഒരു ഫ്രണ്ട്, അവന്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ നമുക്ക് വളരാൻ കഴിയണം എന്നുള്ളതാണ്. ആലോചിക്കേണ്ടതുണ്ട്, നമ്മിൽ എത്ര പേർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട്. നാം കരളിന്റെ കഷ്ണങ്ങളായി സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളായി ആകാൻ, അവരുടെ മനസ്സ് തുറക്കാൻ നമ്മിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. നാം ആർക്ക് വേണ്ടിയാണോ പെടാപ്പാടുപെടുന്നത്, ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതത്തിന്റെ മിക്ക സമയവും നാം ചെലവഴിക്കുന്നത്, അവരുടെ മനസ്സ് തുറക്കുവാൻ, അവരുടെ ഉള്ളുകണ്ണികൾ അറിയുവാൻ, അവരുടെ അസന്തുലിതങ്ങളുണ്ടെങ്കിൽ അത് കണ്ടറിയുവാൻ നമ്മൾ അവസരം വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ സംഗതി, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രചോദനമായി തീരണം എന്നുള്ളതാണ്. ഒരു സ്കൂളിനോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ ഒരു കുട്ടിക്ക് പ്രചോദനമായി തീരാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പിതാവിന് പ്രചോദനമായി തീരാൻ കഴിയും. സ്വന്തം ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും മാതാവിനും പ്രചോദനമായി തീരുവാൻ കഴിയും. പല വലിയ മനുഷ്യരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ വളർച്ചയ്ക്ക് എന്റെ പിതാവായിരുന്നു പ്രചോദനം, എന്റെ വളർച്ചയ്ക്ക് എന്റെ മാതാവായിരുന്നു പ്രചോദനം, എന്റെ വളർച്ചയ്ക്ക് എന്റെ ജ്യേഷ്ഠനായിരുന്നു പ്രചോദനം. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടി പിന്നീട് വലിയ ആളായി തീർന്നതിന് ശേഷം ഇദ്ദേഹമായിരുന്നു എന്റെ പ്രചോദനം എന്ന് നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്തുമാത്രം സന്തോഷകരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു. അതിന്റെ ആത്മനിർവൃതിയും അതിന്റെ സന്തോഷവും ഈ ലോകത്തു നിന്ന് അവസാനിച്ചു പോകുന്നതാണോ? അതിന്റെ പ്രതിഫലം ഈ ലോകത്തു നിന്ന് അവസാനിച്ചു പോകുന്നതാണോ? അത് പരലോകം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിനും അവരുടെ ജീവിതത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നതിനും സാധാരണ ലക്ഷ്യത്തിൽ നിന്ന് അവരെ മാറ്റി വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിലും പ്രചോദനമായി നിങ്ങൾ വർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനെ സേവിക്കുകയല്ല, മനുഷ്യകുലത്തെ സേവിക്കുകയാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത് മൊത്തം സമുദായത്തിന്റെയും ഈ പ്രദേശത്തിന്റെയും വിദ്യാഭ്യാസ നവോത്ഥാന പരിശ്രമങ്ങളിൽ പങ്കാളിയാകുന്നതോടൊപ്പം നമ്മിൽ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വീടിനും സമുദായത്തിനും സമൂഹത്തിനും നമ്മുടെ ഈ വിശാലമായ രാജ്യത്തിനും ലോകത്തിന് തന്നെയും ഉപകാരപ്പെടുന്നവരാക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കുട്ടിയെ വലിയ മനുഷ്യനാക്കുക, മർദ്ദകാമിൽ ഒരു പരിപൂർണ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഓരോ ഘട്ടത്തിലും ചുവടുവെപ്പുകൾ നടത്തുവാൻ
നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അധ്യയന വർഷത്തിന്റെ ആരംഭവും വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.